ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് കോച്ചാട്ടിംഗ് പവർഡ് ബൈ MCX വീക്കിലി റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നു. നാച്ചുറൽ ഗ്യാസിൽ ഹെവി ഒരു ഫോളോ ആയിരുന്നു. ഗോൾഡ് 4350 മുകളിൽ പോകുന്നു പറഞ്ഞു, ആ ഭാഗത്ത് പോയി അവിടുന്ന് റിവേഴ്സ് ചെയ്തു. സിൽവർ $64 അടിച്ചു. ഏറ്റവും നല്ല കിടിലൻ ട്രേഡ് കിട്ടിയ ഒരു വീക്ക് ആയിരുന്നു. സിൽവറിൽ കിടിലൻ ട്രേഡ് ആയിരുന്നു. ക്രൂഡ് ഏകദേശം പറഞ്ഞ ആ ഭാഗത്തൊക്കെ തന്നെ കിടന്ന് കളിക്കായിരുന്നു. ക്രൂഡിലെ വലിയൊരു നേട്ടമൊന്നും ക്രൂഡ് തന്നിട്ടില്ല. ആ ഒരു റേഞ്ച്, പക്ഷെ ഒരു ട്രെൻഡ് ഡൗൺ ആയ ഒരു ക്രൂഡായിരുന്നു. അതേപോലെ നാച്ചുറൽ ഗ്യാസ് ഒരു ട്രെൻഡ് ഡൗൺ ആയ ഒരു വീക്കായിരുന്നു ചുരുക്കി പറഞ്ഞാൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഹെവി സെല്ലിങ് നാച്ചുറൽ ഗ്യാസിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. ആ ഒരു ബൈയിങ് ആക്ടിവിറ്റി ഇല്ല, പ്യുവർലി ഒരു സെല്ലിങ്ങിലേക്ക് വന്ന് ഈ ഒരു 380 ഭാഗത്തേക്ക് വന്ന് അവിടെ ഒരു സപ്പോർട്ട് എടുത്ത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് നാച്ചുറൽ ഗ്യാസ്. ചുരുക്കി പറഞ്ഞാൽ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എനർജി സെക്ടറിൽ ഹെവി സെല്ലിങ്ങും വന്നിട്ടുണ്ട്. അതായത് പ്രഷ്യസ് മെറ്റലായ ഗോൾഡിലും സിൽവറിലും നല്ലൊരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ XAUSD ഗോൾഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഗോൾഡ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഗോൾഡ് ഒരു 4200 ഭാഗത്തൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് ഗോൾഡ്. നിങ്ങൾ നോക്കിയാൽ ഗോൾഡ് ഈ 4207 4200 10 എന്ന് പറഞ്ഞ ആ ഭാഗത്തൊരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ചെയ്താണ് ഗോൾഡ് കയറി നിൽക്കുന്നത്. ഗോൾഡ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 4350 വരെ പോയെങ്കിൽ കൂടി 4300 ഭാഗത്തേക്ക് വന്ന് ഗോൾഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഗോൾഡ് ഈ 4310 മുകളിൽ ഈ 300 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഗോൾഡ് ഈ ഒരു റഫറൻസ് ഏരിയ 4350 4380 ഭാഗത്തേക്ക് ഗോൾഡ് ഇനിയും തിരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല, അതിന് പകരം താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ഈ താഴേക്ക് 4250 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ POSയുടെ ഭാഗത്തേക്ക് വീണ്ടും ഒരു മീൻ റിവേർഷൻ തരാനുള്ള ചാൻസും ഗോൾഡിനെ സംബന്ധിച്ച് കൂടുതലാണ്. സോ ഞാൻ ഗോൾഡിൽ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, 4310 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ഫ്രഷ് ഡിമാൻഡ് സോണിലേക്ക് ആക്ടിവേറ്റ് ചെയ്ത് 4350 4390 ഭാഗത്തേക്ക് പോകാതെ ഹൈയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല എങ്കിൽ 4240 അല്ലെങ്കിൽ 4210 ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരു ഡിപ്പ് ബൈയിങ് ആയിരിക്കും ഞാൻ ഗോൾഡിനെ സംബന്ധിച്ച് ഞാൻ പറയാനുള്ളത്. അതേപോലെ സിൽവർ നോക്കിയാലും സിൽവറും സെയിം സ്ഥലം, സിൽവർ ഹെവി ഒരു ഓളിയതോടുകൂടി പോയതാണ് സിൽവർ. പക്ഷേ വാല്യൂ ഏരിയ അകത്ത് വന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡിമാൻഡ് സോൺ ഇപ്പോഴും $58.12 ഭാഗത്ത് ഡിമാൻഡ് സോൺ കൃത്യമായി സിൽവറിന്റെ ഭാഗത്തോട്ട് ട്രെൻഡ് വീക്ക് ആയിരുന്നു. സോ സിൽവറിനെ സംബന്ധിച്ച് ഇനി $64 മുകളിൽ മാത്രമേ ഡിമാൻഡ് സോണിലേക്ക് ഫ്രഷ് ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് 66 69 ഈവൻ $70 വരെ പോകാനുള്ള ഒരു സ്ട്രെച്ചബിൾ ആക്ഷൻ കാണുന്നുണ്ട്. ഇല്ല എങ്കിൽ മാർക്കറ്റ് നാളെ ഈ $62 $58 ഇടയ്ക്കുള്ള ഭാഗത്ത് ഒരു ബാലൻസിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ച് സിംഗിൾ പ്രിന്റുകൾ ഫില്ല് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി വരാനുള്ള ചാൻസ് ഗോൾഡിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. സോ $58 ഇനി ഒരു ഡിപ്പ് ബൈയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് $59 ഭാഗത്തേക്ക് ഗോൾഡ് സിൽവർ എത്തുന്ന സമയത്ത് സിൽവറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിപ്പ് ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അത് ഈ $64 ഭാഗത്തേക്ക് വീണ്ടും ഒരു റിവേഴ്സൽ റാലി തരാനുള്ള ചാൻസ് കൂടുതലാണ്. $58 $53 ഒരു കിടിലം ബൈയിങ് സോണാണ് സിൽവറിൽ. അവിടെ എത്തുമ്പോൾ വീണ്ടും സിൽവർ വാങ്ങാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. $64 മുകളിൽ മാത്രം നിൽക്കുക. ഈ ഭാഗത്ത് കിടന്ന് കളിക്കുകയാണെങ്കിൽ ഒരു ബാലൻസിങ്ങിന്റെ ഫോർമേഷനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ $64 മുകളിൽ പോയാണെങ്കിൽ മാത്രം ഒരു ഫ്രഷ് ബൈ എടുത്താൽ മതി. ഇല്ല എങ്കിൽ ഡിപ്പ് ബൈയിങ്ങിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാവുള്ളൂ. $58-59 ഭാഗത്തേക്ക് സിൽവർ എത്തുമ്പം നമുക്കൊരു MCXലെ സിൽവറിന്റെ പൊസിഷൻ എടുക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നാച്ചുറൽ ഗ്യാസ് വളരെയധികം ഷോർട്ടേജ് ഉള്ള ഒരു നാച്ചുറൽ ഗ്യാസ് സമയത്ത് കൂടെ ഹെവി സെല്ലിങ്ങോടുകൂടിയാണ്, ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഒരു ടർബുലൻസോടുകൂടി അടിച്ചിറങ്ങിയ മാർക്കറ്റായിരുന്നു ഈ ആഴ്ച. ഹെവി സെല്ലിങ്. POS നിൽക്കുന്നത് 412 ഭാഗത്ത് നാച്ചുറൽസ് നിൽക്കുന്നത്. സോ ഈ ഒരു സോൺ 372 എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ബൈയിങ് സോണിന്റെ ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് നാച്ചുറൽ ഗ്യാസ് നിൽക്കുകയാണ്. 372 നാച്ചുറൽ ഗ്യാസ് പൊട്ടുകയാണെങ്കിൽ നമ്മൾ ഈ 360 ഈവൻ ഈ 340 ഭാഗം വരെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 372 താഴെ നാച്ചുറൽ ഗ്യാസ് നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഈ സെല്ലിങ് കണ്ടിന്യൂ ചെയ്ത് ഇവിടം വരെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല 380 ഈ ഒരു കറുത്ത വര 382 മുകളിലൊക്കെ അവ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 412 420 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിൽ ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. സോ 388 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 410 422 ഭാഗത്തേക്ക് പോകാനും ഈവൻ ഈ സിംഗിൾ പ്രിന്റ് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം 440 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല ഫ്രഷ് സെല്ലിങ് വേണം എടുക്കുന്നുണ്ടെങ്കിൽ 372 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ
ഈ സെല്ലിങ് 340 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഹെവി ആയിട്ട് വളരെയധികം കൂടുതലാണ്. ഇതാണ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് എൻ്റെ ഒരു കൃത്യമായ ഇത്. പിന്നെ ക്രൂഡ് ഓയിൽ, ഇപ്പൊ എൻ്റെ ഒരു എല്ലാ വീക്കിലും പോകുമ്പോൾ എനിക്കൊരു കൃത്യമായ റിപ്പോർട്ട് സിസ്റ്റം എനിക്കിവിടെ ഉണ്ട്. അപ്പൊ ഞാൻ എഴുതി വെക്കും. അപ്പൊ ക്രൂഡ് ഓയിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്രൂഡ് ഓയില് ഒരു നോർമൽ ഒരു പക്ക ഒരു ട്രെൻഡ് ഇടാം. ഞാൻ ട്രെൻഡ് ഡൗൺ ആയിരുന്നു. ഞാൻ പറഞ്ഞു എനർജി സെക്ടേഴ്സ് എല്ലാം ഡൗൺവേർഡിലും പ്രഷ്യസ് മെറ്റീരിയൽസ് എല്ലാം അപ്വേർഡ് ഇരിക്കുന്നത്. ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് നോക്കിയാൽ 5340 ഭാഗത്താണ് വോളിയം വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നാച്ചുറൽ ഗ്യാസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ് അങ്ങനെ വോളിയം കോൺസെൻട്രേഷൻ വന്നിരിക്കുന്നത് 401 ഭാഗത്താണ്. അപ്പം തിരിച്ച് ഈ 400 410 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ 5340 ഭാഗത്താണ് വോളിയം കോൺസെൻട്രേഷൻ ഉള്ളത്. നമ്മൾ ഈ റേഞ്ച് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയാൽ ഈ ഒരു റേഞ്ച് പക്ക 5200 5400 എന്ന് പറഞ്ഞാൽ ഈ റേഞ്ച് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് 5320 മുകളിൽ 310 320 മുകളിൽ പോകണമെങ്കിൽ ഈ ഒരു ഫാസ്റ്റ് സോണിങ് ഏരിയ അപ് ടു 5400 420 വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി സെല്ലിംഗ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഈ 5146 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ക്രൂഡ് ഓയിൽ ഞാൻ ഫ്രഷ് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ബൈയിങ്ങിന്റെയും സെല്ലിങ്ങിന്റെയും ഒരു റെഫറൻസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പം ബൈയിങ് എന്ന് പറഞ്ഞാൽ 5340 350 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബൈയിങ് എടുക്കാം, 5460 വരെ പോവാം. ഇല്ല സെല്ലിംഗ് ആണെങ്കിൽ 5182 താഴെ വരാണെങ്കിൽ എടുക്കാം. ഇല്ല എങ്കിൽ ഒരു ഗുഡ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 5144 5144 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സോ എൻ്റെ ഒരു ഓവറോൾ സമ്മറി എന്ന് പറഞ്ഞാൽ പ്രഷ്യസ് മെറ്റൽസിൽ ബൈയിങ് ആണ്, ഡിപ്പ് ബൈയിങ്. അതായത് സിൽവറിൽ 58-59 ഭാഗത്തും കോളിൽ 4209 4210 ഭാഗത്ത് എത്തുന്ന സമയത്ത് ഒരു ഡിപ്പ് ബൈയിങ് ആണ് ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എനർജി സെക്ടറായ ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസിലും ഹെവി സെല്ലിംഗ് അൺവൈൻഡ് ആവുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ താഴത്തെ ലെവലിൽ കൊണ്ട് സെല്ല് ചെയ്യണമെങ്കിൽ പണി വാങ്ങിച്ച് പിടിക്കും. അതുകൊണ്ട് 5340 ഭാഗത്തെത്തുമ്പോൾ വേണമെങ്കിൽ സിൽവർ ഗോൾഡ് ക്രൂഡ് ഓയിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. 450 ഭാഗത്തെത്തുമ്പോൾ വേണമെങ്കിൽ നാച്ചുറൽ ഗ്യാസ് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അല്ലാതെ ഈ ഒരു ലോവർ ലെവൽ സ്ട്രക്ചറിൽ സെല്ലിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ ആദ്യം പറഞ്ഞ ആ ഒരു റെഫറൻസ് ലെവൽ ഉണ്ടല്ലോ, ആ റെഫറൻസ് ലെവലിൽ നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ വീഡിയോ കാണുക. ഓവറോൾ ട്രെൻഡ് പ്രകാരം എനർജി സെക്ടർ ഈസ് ബുള്ളിഷ് അല്ല ബെയറിഷ് ആണ്. പ്രഷ്യസ് മെറ്റൽസ് സെക്ടർ ആണെങ്കിൽ ബുള്ളിഷ് ആണ്. എൻ്റെ ഈ വരാൻ പോകുന്ന വീക്കിൽ എൻ്റെ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ഒരു അനാലിസിസ്. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.